ചിക്കൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കൻ, സവാള, തക്കാളി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളകും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. സവാള നന്നായി വഴറ്റണം. സവാളയുടെ ചെറുതായി ഒന്ന് നിറം മാറുമ്പോൾ നമുക്ക് പച്ചമുളകും വേപ്പിലയും ചേർക്കാം. സവാളയുടെ നിറം ചെറുതായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. വേപ്പിലയും ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇതെല്ലാം വഴറ്റി. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറണം. ബാക്കി എരിവിനുള്ളത് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത്ര വേണ്ടി വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് കൂടി ചേർക്കാം. ആദ്യം കുറച്ചിട്ട് ചേർത്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ബാക്കിയിട്ട് ചേർക്കാം. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. മസാല എല്ലാവരുടെയും ചിക്കനിൽ പൊതിഞ്ഞിരിക്കണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിലെല്ലാം നന്നായി മിക്സ് ചെയ്ത് എല്ലാവരുടെയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. തക്കാളിയിൽ നിന്നും ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് തന്നെ വെന്തോളും. ഇപ്പോൾ നമ്മളത് സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് ഇടുക. ഇനിയും ഇതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വെള്ളം ഇറങ്ങി നല്ലോണം ഇളക്കി ഇടും. അവസാനം നമ്മൾ ആ വെള്ളം വറ്റിച്ച് കളയേണ്ടി വരും. അത്രയും വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും. ഉണ്ട്. നല്ലോണം ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കും. നമുക്ക് ചിക്കൻ മൂടി വയ്ക്കാം. പിന്നെ സിമ്മിൽ കിടന്ന് ഇനി വേവും. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനിൽ നന്നായിട്ട് വെള്ളം പിന്നെയും വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം വെച്ച് പോവില്ല. അപ്പോൾ നമുക്കത് വെള്ളം വറ്റിക്കുകയും തോറും കൂടുതൽ ടേസ്റ്റി ആവും. എന്നിട്ട് ഇളയുന്നത് വരെ വെള്ളം വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും മുളകും നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് നമ്മുടെ എരിവ് പാകമാക്കിയെടുക്കാം. പിന്നെ മസാലപ്പൊടി ഈ നേരത്തെ തന്നെ നമുക്ക് ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. മസാലപ്പൊടിയും നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടിയേക്ക്. പൊടിയുടെ മണം പുറമേക്ക് പോകാതെ അതിൻ്റെ ഉള്ളിലേക്കാണ് കോഴിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടി. അതിനുശേഷം തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ചിക്കൻ കറി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നു തുടങ്ങി. ഇനി അത് വെള്ളം വറ്റി വരുന്നതോറും നല്ല ഗ്രേവി നല്ല കളറായിട്ട് വരും. ചിക്കൻ കറി നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുരുമുളകൊക്കെ ഇട്ട നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.